നിറയെ ആളുകളുള്ള ഒരു റൂം അല്ലെങ്കിൽ ഒരു ക്രൗഡ് പ്ലേസ് നിങ്ങൾ നടന്നു പോവുകയാണ്. നിങ്ങളുടെ കൈയെല്ലാം വല്ലാതെ വേർക്കുന്നുണ്ട്, നിങ്ങൾ ഓവറായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ നെഞ്ചിടിപ്പൊക്കെ വളരെയധികം കൂടുന്നുണ്ട്. ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് മനസ്സിലിരുന്ന് ആരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, തല ഇറങ്ങുന്നുണ്ട്. ഈ പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ പ്രോബ്ലംസ് ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മളുടെ സമൂഹത്തിലുണ്ട്. ഇതിനെയാണ് നമ്മൾ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ സോഷ്യൽ ആങ്സൈറ്റിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് നമുക്കൊരു ക്രൗഡ് പ്ലേസിലോ അല്ലെങ്കിൽ നമുക്കറിയാത്ത ഒരാളുടെ അടുത്തോ സംസാരിക്കാനുള്ള പേടി, അതിനെയാണ് നമ്മൾ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒട്ടുമേ അറിയാത്ത ഒരാളുടെ അടുത്ത് എങ്ങനെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നറിയില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ക്രൗഡായിട്ടുള്ള ഒരു പ്ലേസിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് പാൽപിറ്റേഷൻ, നമുക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് സോഷ്യൽ ആങ്സൈറ്റിയുടെ സിമ്പിൾസ് എന്ന് പറയുന്നത്. എന്നെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാളാണ്, ഇപ്പോഴും ഉണ്ട്. ഞാൻ അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ ആങ്സൈറ്റി മാറാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയണത്, എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് പേടിയുണ്ട്, എല്ലായിടത്തും പോയി സംസാരിക്കാൻ പേടിയുണ്ട്. എനിക്കറിയാത്ത ഒരാളടുത്ത് പോയിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ ഒരു പേടിയുണ്ട്. ആൾക്കാരൊക്കെ കൂടുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോൾ അയ്യോ ഞാൻ എങ്ങനെയായിരിക്കും അവിടെ, അവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് എനിക്കുണ്ട്. എനിക്ക് മനസ്സിലായി എനിക്ക് ഈ സോഷ്യൽ ആങ്സൈറ്റിയാണ് ഈ ഒരു പ്രോബ്ലം വരുത്തുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. അയ്യോ ഇല്ല, എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഒന്നും ഇല്ല കേട്ടോ, ഞാൻ പെർഫെക്റ്റാണ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമുക്കതുണ്ട് എന്ന് മനസ്സിലായാൽ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ്. എന്തായാലും ഒരു പ്രോബ്ലം ഉണ്ട്, അതിനെ ഒട്ടുകയോ ഇല്ല, എനിക്കതൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് അത് മനസ്സിലായി കഴിയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രോബ്ലം നമുക്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കി അതിനെ ബീറ്റ് ചെയ്യാൻ റെഡി ആവുക എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് ഇപ്പം അതിന് മുന്നേ ഞാൻ പറയാം, ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട് സോഷ്യൽ ആങ്സൈറ്റി. പല ആൾക്കാരും വിചാരിക്കുന്നത് ഇൻട്രോവേർട്സിന് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടെന്നാണ്. ഇല്ല, ഇൻട്രോവേർട്സ് എന്ന് പറയണത് അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമാണ്, അവർക്ക് ആൾക്കാർ കൂടിയിരിക്കുന്ന അവിടെ പോയി സംസാരിക്കാനൊന്നും പ്രോബ്ലം ഇല്ല. ഓക്കെ, പക്ഷേ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ആഗ്രഹമുണ്ട് ഇത് ഇവിടെ നിന്ന് സംസാരിക്കണമെന്ന്, എല്ലാവരുടെ മുന്നിലൊരു സ്റ്റാർ ആകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. രണ്ടും രണ്ടാണ്, എക്സ്ട്രീം തന്നെ രണ്ടാണത്. അപ്പം എല്ലാ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആൾക്കാരായതുകൊണ്ടാണ് മാറിയിരിക്കുന്നത്, അങ്ങനെയല്ല, അവരുടെ നേച്ചർ അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ അതിനെ ബീറ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആവുകയാണ്. നമ്മൾ എന്തായാലും അത് ഫേസ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമ്മൾ ഫേസ് ചെയ്യണം. ഓക്കെ, നമുക്കത് മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫേസ് ചെയ്യാൻ തയ്യാറാവണം. അതിനായിട്ട് ഫസ്റ്റ് നമ്മളൊരു റൂമിലേക്കോ ഒരിടത്തേക്കോ പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തു. നമ്മൾ അവിടെ ചെല്ലുന്നതിന് മുന്നേ ബ്രീത്ത് എടുത്ത് വിടുക. ഓക്കെ, ശ്വാസം ഇങ്ങനെ എടുത്ത് വിടുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഒന്ന് ഡൈവേർട്ട് ആകും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ വന്നുകൊണ്ടേയിരിക്കും. അല്ല, നമ്മൾ മനസ്സിൽ കാമാണ്. ഓക്കെ, എനിക്കിത് പറ്റും എന്നുള്ള ഒരു ചിന്തയോടുകൂടി അങ്ങോട്ട് ബ്രീത്ത് എടുത്ത് വിടുക. ഓക്കെ, എനിക്ക് ഒരു ചെറിയൊരു അഫർമേഷനുള്ളിൽ പറയാം. ഓക്കെ, എനിക്കിത് പറ്റും, ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് മാനേജബിൾ ആണ്, എന്തായാലും എനിക്കിത് മാറ്റിയേ പറ്റുള്ളൂ, ഞാനത് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതാണ് ഒരു സ്റ്റെപ്പ്. സെക്കൻഡ്, പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് പോയി എന്തെങ്കിലും പറയുമ്പോൾ അവരെന്ത് ചിന്തിക്കും എന്നുള്ളൊരു പ്രോബ്ലം ആണ് നമുക്കുള്ളത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെന്താ പറയുന്നതെന്നുള്ളത് ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ആവും, അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാൻ തുടങ്ങും. അല്ല, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ, അയ്യോ ഇവിടെ അങ്ങനെയാണ്, അവിടെ അങ്ങനെയാണ്, അവർ നമ്മളെ നോക്കുന്നു, ഇവർ നമ്മളെ നോക്കുന്നു, ഈ കേൾക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നൊന്നും കേൾക്കത്തില്ല. അതിലും നല്ലത് നമ്മൾ അവർ പറയുന്നത് ശ്രദ്ധിക്കണം. ഓക്കെ, അവരിതാണ് പറയുന്നത്. ഓക്കെ, അതിന് എന്നിട്ട് ചെറിയ റിപ്ലൈസ് കൊടുക്കുക. അവർ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുവാണോ, ഓക്കെ യെസ്, ഒന്നും വേണ്ട, തലയാട്ടാൻ പറ്റുള്ളെങ്കിൽ തലയാട്ടിയാൽ മതി, പക്ഷെ അവിടെ തന്നെ നിൽക്കണം. എന്തൊക്കെ വന്നാലും മാറരുത്, അവിടെ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിലാണെങ്കിൽ ഒന്ന് തിരിച്ചു പോരരുത്, അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് അവിടെ അങ്ങ് നിൽക്കണം. ഓക്കെ, എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അത് നമ്മൾ ചെയ്ത് നോക്കണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മാർഗം എന്ന് പറയുന്നത്, അധികം ആൾക്കാരുള്ള സ്ഥലത്ത്, ഒരു 10,000 2,000 പേരുള്ള സ്ഥലത്ത് പോകാൻ ആദ്യം പേടിയാണല്ലോ,
അതുകൊണ്ട് കുറച്ച് ആൾക്കാരുള്ള സ്ഥലത്ത് നമ്മൾ പോവുക. ചെറിയ കഫേ അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ ഒന്ന് നിൽക്കുക. പതിയെ ചെറിയ കോൺവെർസേഷനിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാത്തവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. നമുക്ക് സോഷ്യൽ ആങ്സൈറ്റിയാണ് മാറ്റേണ്ടത്. കൂടെ നമുക്ക് അറിയാവുന്നവരുടെ അടുത്ത് എത്ര വേണേലും സംസാരിക്കാം. നമുക്ക് കംഫോർട്ടബിളായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എത്ര സംസാരിക്കാനും നമുക്കിഷ്ടമാണ്. അപ്പോൾ നമുക്കറിയാത്ത ആൾക്കാരുടെ അടുത്ത് പതിയെ സംസാരിക്കുക. ചെറിയ കഫേയിലൊക്കെ പോവുക, തനിയെ ഓർഡർ ചെയ്യുക, തനിയെ അതിലെന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ തനിയെ എല്ലാം പറഞ്ഞ് ശീലിക്കുക എന്നുള്ളതാണ്.